ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഏതായിട്ടും വേറെ നമ്മുടെ കാര്യക്കാരില്ലാതെ ഇന്നിവിടെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബിജുകുട്ടൻ ചേട്ടാ, പ്രചോദേട്ട, അസിസിക്ക. ഹലോ. ഹലോ. സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ, ജാസ്മിൻ ആൻഡ് അമൽ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിങ്ങോട്ട് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ദം. ഇതായിട്ടും വേറെ നിങ്ങളിപ്പോ ആലോചിക്കും ഞാൻ ഈ കമ്പനി കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുമെന്ന്. ഒരിക്കലുമല്ല. കാരണം ഞാൻ പണിയെടുക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ കമ്പനിയുടെ MD ആയ അനിൽകുമാർ സാറ് CCTV ക്യാമറ വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും നീ എന്തിനാടാ അങ്ങോട്ട് തിരിഞ്ഞ് പണിയെടുക്കണേന്ന്. CCTV ക്യാമറ ഇരിക്കുന്നത് പുറകില. ഇന്നെങ്കിലും ഒരു നല്ല ദിവസം ആവണേ. തുടങ്ങിയല്ലോ. ഡെൽറ്റ എന്റർപ്രൈസസിൽ നിന്ന് കുഞ്ഞിക്കണ്ണനാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഞാനേ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചായിരുന്നേ. ഫ്രിഡ്ജ് അതിപ്പോ തണുക്കുന്നില്ല. തണുക്കുന്നില്ലേ? ഇല്ല. മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയായിരുന്നോ? പിന്നെ സ്വിച്ച് കാണാനാണോ വെച്ചേക്കുന്നത്? അതൊക്കെ ഓൺ ചെയ്ത് നോക്കി. ഇനി പുറത്ത് നല്ല ചൂടുള്ളത് കൊണ്ടാണോ അകത്തിരിക്കുന്ന ഫ്രിഡ്ജ് തണുക്കാത്തത്? ഒരു തെറി പോലും പഴയതില്ലേ, എല്ലാം പുതിയ സാധനം. ഇവനേതോ 2K ആണെന്നാ തോന്നണം. അല്ലെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കോ? പണ്ടേ എൻ്റെ മാമൻ വിളിക്കണ. എനിക്ക് ഈ ജോലി കിട്ടാനും ഞാൻ ഈ നിലയിലേക്ക് എത്താൻ കാരണം എൻ്റെ മാമന ഒരുപാട് പ്രായമായ മനുഷ്യനാ. മാമാ, മക്കളെ, മാമാ ദേ ഇതാണ് മാമ എന്റെ ജോലി സ്ഥലം. കണ്ടോ മാമാ? കണ്ടു. പിന്നെ എടാ മോനെ, പറഞ്ഞോ മാമാ. നമ്മൾ ഈ കഴുത്തില് കോണം കെട്ടി നിന്ന് കഴിഞ്ഞാൽ എത്ര കാശ് ശമ്പളം കിട്ടും? എന്നാണ്? അല്ല, നമ്മളെ ഈ കഴുത്തില് കോണം കെട്ടി നിന്ന് കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടും? ഇവിടെ ഒരു പ്രായം കഴിഞ്ഞാൽ ചാവണം. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ജോലി മേടിച്ചിട്ട് അയ്യോ സമയം 10 മണിയാകാറെ. 10 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്റെ അനിൽകുമാർ സാർ ഇവിടെ എത്തിയിരിക്കും. പാവപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ വല്ല പാണ്ടിലോർ കയറി തട്ടിപ്പോണം, അല്ലെങ്കിൽ കൃത്യസമയത്ത് വരാത്തുള്ളൂ. ദൈവമേ, എന്റെ അനിൽകുമാർ സാറിനെ പാണ്ടിലോർ കയറി ഇടിച്ച് പുറത്ത് കിടക്കുമ്പോ മൂർക്കം പാമ്പ് വന്ന് പെണകാലെ കൊത്തി വെള്ളിടി വന്ന് പല്ലടിച്ചാലും അങ്ങേർക്കൊന്നും പറ്റല്ലേ. ഈശ്വര, എല്ലാം വൃത്തിയാക്കിട്ടെ. ഉണരടി നീ ഉണരുകിടാത്തി പുലർവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി 100 കൂട്ടം താക്കോൽ കൂട്ടം പാടത്ത് പണിക്കും പോണം പുര നോക്കാനാളും നടക്കില്ല. ശുഭചിന്തകൾ തുടങ്ങാൻ ഫ്ലവേഴ്സ്. താങ്ക് യു. ഇന്ന് നമ്മുടെ സ്കാവഞ്ചർ വന്നിട്ടില്ല അല്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയത്. അപ്പം നിനക്ക് അബദ്ധം പറ്റിയെന്നറിയാം. മനുഷ്യൻ രാവിലെ വന്നപ്പോ ഒരു ദിവസം മൊത്തം പോയില്ല, ചൂലെടുത്ത് കൈ തന്നിരിക്കുന്നു. സാറേ, രാവിലെ വന്ന് ഞാൻ ഇവിടുത്തെ എന്തൊക്കെ ജോലിയാന്ന് സാറിനൊക്കെ ജോലി ചെയ്തു. അങ്ങനെ ചോദിക്കി. അമേരിക്കൻ കമ്പനിക്ക് മെയിൽ അയച്ചു, ഓസ്ട്രേലിയൻ കമ്പനിക്ക് മെയിൽ അയച്ചു, ജപ്പാൻ കമ്പനിക്ക് മെയിൽ അയച്ചു. അമ്മച്ചി എന്തിനാ എന്നെ തല്ലേ? ഇത് 3 തെറ്റി കാണുമല്ലോ. ഞാൻ നോക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. കളിച്ചോണ്ട് നോക്ക്. അങ്ങനെ എന്നെ പൊട്ടിനെ പോലിട്ട് തല്ലരുത്. എനിക്ക് ഇവിടെ ഇൻക്രിമെന്റ് പോലും കിട്ടുന്നില്ല. ഇവിടെ എങ്ങനെങ്കിലും നിന്നെ പറഞ്ഞു വിടാതിരിക്കുക. അന്നേരം പിന്നെ ഇൻക്രിമെന്റ് നിനക്കറിയാവോ? അപ്പുറത്തെ ഓഫീസ് അവർക്ക് കോടികൾ പ്രോഫിറ്റ് ഉണ്ട് സാർ. കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാവും. നീ ഇവിടെയല്ലേ? എങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഓഫീസിലൊന്ന് കേറി. അപ്പൊ സാറും അവിടെ ജോലിക്ക് പോകണം. അപ്പൊ ഈ കമ്പനി ഒറ്റയ്ക്ക് ഞാൻ നോക്കി നടത്തണം. അതിനാണോടാ? പിന്നെ അവിടെ എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ നിന്നെ അങ്ങോട്ട് മാറ്റാവല്ലോ എന്ന് വിചാരിച്ചങ്ങോട്ട് കയറിയതാണ്. അപ്പൊ എന്റെ അച്ഛൻ ഗോപിനാഥൻ മാഷിന് കൊടുത്ത വാക്കോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കിയ എന്റെ ദൈവതുല്യനായ ഗോവിന്ദൻ മാഷ്. അദ്ദേഹം മരിക്കാൻ കിടന്നപ്പോ എന്നോട് പറഞ്ഞു, വെറുതെ അല്ല, കയ്യിൽ പിടിച്ചു പറഞ്ഞു. അതെ, കയ്യിൽ പിടിച്ച് വിറ കൈകളോടുകൂടി കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അനിലേ, എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളേടാ. ഞാൻ ഇന്നും നോക്കുക, അട്ടയെ പോലെ പിടിച്ചു കിടക്കുകയാണ്, പോവത്തില്ല. എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താണ്? ഇന്നലെ സാറിനെ തിരക്കി ഒരു ചെക്കനും പെണ്ണും വന്നായിരുന്നു. ഇതൊരു രജിസ്റ്റർ ഓഫീസ് അല്ലടാ, ഇത് ഡെൽറ്റയുടെ ഓഫീസാണ്. അതെനിക്കറിയാം. ജോലി അന്വേഷിച്ചു വന്നതാ. ആ ചെറുക്കനാണെങ്കിൽ MBA കാരനാ സാറേ. പക്ഷെ പെണ്ണിനെ കാണാൻ നല്ല സുന്ദരിയാ. ഇനി ഈ ചെറുക്കനുണ്ടല്ലോ, എടാ പെണ്ണിന്റെ പിന്നെ വിദ്യാഭ്യാസം വല്ലതും ചോദിച്ചായിരുന്നു? പെണ്ണ് +2 കാരിയാ സാറേ. +2. പക്ഷെ ഭയങ്കര സുന്ദരിയാ. പക്ഷെ ഈ ചെറുക്കന്റെ കാര്യം എന്നിട്ട് ഈ പെൺകുച്ച് പിന്നെ എവിടുന്ന വന്നേ? എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട് സാറേ. 30 വയസ്സ്. പക്ഷെ ഈ ചെറുക്കൻ MBA കാരന്. MBA എടുത്ത് എന്റെ തലയെ പോയി പോടുന്നു. MBA ഉണ്ടെങ്കിൽ അവിടെ റന്തിക്കും തള്ളി കൊള്ളാം. ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടില്ല, അതും തമ്മിലുണ്ടാകുന്നുണ്ട്. അതിനുള്ളൊരു ബന്ധം ഇല്ലാതാക്കി കളഞ്ഞല്ലോ നീ. ആ കൊച്ചങ്ങോട്ട് പോയി. അപ്പുറത്തെ കമ്പനി ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ നോട്ട് ചെയ്ത്? താങ്ക് യു സാർ. പക്ഷെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു. എന്താ ബ്ലോക്ക് ചെയ്യേ? എന്താണെന്നറിയാൻ പാടില്ല. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഉമ്മ ചോദിച്ചു.
സ്വഭാവം അതെ. പെണ്ണുങ്ങളെ വിളിച്ച് വിടുന്നിട്ട് ഉമ്മ ചോദിക്കാൻ വൃത്തിയോട് പറയാം. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. സാറേ ഏ? നാളെ സൺഡേയാ. നാളെ സൺഡേ ആണ്, OT ആണ്. അല്ല നാളെ സൺഡേ ആണ്. എടാ ഓവർ ടൈം ഉണ്ടെന്നാ പറഞ്ഞത്. എന്റെ പാട്ടി പണി എടുക്കും. എനിക്കാണെങ്കിൽ സാലറി കിട്ടുന്നില്ല, ഇൻക്രിമെന്റ് ഇല്ല, PF ഇല്ല. പിന്നെ ഞാൻ എന്ത് പുല്ലിനാണ് നാളെ പണി എടുക്കേണ്ടത്? കഷ്ടപ്പെടണേ. കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ കയറി വന്നത്. ആണോ? നിനക്കറിയാവോ? ഇല്ല. എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ നിലയിലാക്കിയെടുത്തത്. എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. ഇന്നലത്തെ കഥയിൽ അച്ഛൻ മീൻ പിടുത്തക്കാരനായിരുന്നു. എന്റെ അച്ഛൻ മീനും പിടിക്കും കർഷകനും രണ്ടിടത്തും ഇരിക്കണം. രണ്ടച്ഛനുണ്ട്. നിനക്ക് എന്താ വേണം? മര്യാദയ്ക്ക് പണിയെടുക്കൂടെ? മേ കമിങ്. ചില്ലാണേ നിന്നുടൽ മിന്നണ ചില്ല. ഇപ്പോഴാണ് ഇതൊരു ഓഫീസായത് കേട്ടോ. മേ കമ്മിങ്, അതൊക്കെ ഒരു മര്യാദയുടെ ഭാഷയാ. നീ ഇവിടെ കയറി വരുന്നില്ല. എങ്ങനെ കയറി വരുന്നത്? കംഫർട്ട് സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന പോലെ പോകുന്നു. അത് കണക്ക് ഇറങ്ങി പോകുന്നു. വല്ല മര്യാദ ഉണ്ടോടാ? ഒരു കുട്ടി വന്ന് ചോദിക്കുന്നു മേ കമ്മിങ്. എനിക്ക് പിന്നെ വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഓൺ ചെയ്യാതാണോ വർക്ക് ചെയ്തോണ്ട്? എന്റെ വർക്ക്. യുവർ ഗുഡ് നെയിം പ്ലീസ്? അൻസിലിന എടത്തിൽ വർക്കി. അൻസിലിനെ ആരാ എടുത്ത് പൊക്കിയേ? അയ്യോ എന്നെ ആരും എടുത്ത് പൊക്കിയില്ല സാർ, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, അൻസിലിന എടത്തിൽ വർക്കി. കേട്ടോ? ഇല്ല. ആൻസിലിന. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീയോ? ഇവളോ? ഇവളെയാണ് ഇവിടെ ജോലിക്കെടുത്തേ? ഇറങ്ങടി, ഇറങ്ങടി, ഇപ്പൊ ഇവിടെ ഇറങ്ങടി, ഇറങ്ങി പോടി. കുഞ്ഞിക്കണ്ണ ഇതില്ല, നീ മാറ, ഇറങ്ങി പോടി. പിന്നെ എന്നെ കുഞ്ഞിക്കണ്ണ സാറിന് അറിയാമോ? അവളെ തേച്ചിട്ട് പോയതാ സാറേ. എന്റെ സാറ്, ഞാൻ ഇപ്പോഴാ ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തെ കള്ളം പറയുന്നതാ. കള്ളത്തരം പറയണ സാർ അവളല്ല. ആ കുട്ടി കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി കള്ളം പറയില്ല. ആ കുട്ടി എന്ത് പറയുന്നത് സാർ ഞാൻ വിശ്വസിക്കും. ആ കുട്ടി പറയുവാണ് സാറിന് അച്ഛൻ ഒരു തമിഴ്നാട് കൗണ്ടറാന്ന് പറഞ്ഞ സാർ അത് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ അച്ഛൻ കൗണ്ടറല്ല. അതല്ല ഇയാടെ വായിന്നൊരു കൗണ്ടറും വീഴാ. അങ്ങ് മാറിക്കോ, ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി. സാറേ സാറിന് അറിയാമോ സാറേ, ഇവിടെ എന്നെ എന്താ പറയാ തേച്ചെന്ന്? അവളുടെ അച്ഛന് ചൂട് കുരുവാന്ന് പറഞ്ഞ സാറേ എന്നെ തേച്ചത്. ചൂടുകുരു എന്ന് പറഞ്ഞ ആരെങ്കിലും തേക്കൂ? ഒക്കെ തേക്കാൻ ഓരോരോ കാരണങ്ങൾ അതിൽ പിടിച്ച് കളിക്കണ്ട. ആരായാലും കുറഞ്ഞു പോകും. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അവൾ എന്നെ തേച്ചിന്റെ കാര്യമല്ലേ സാറേ പറഞ്ഞത്? സാറിന് അറിയാമോ സാറേ, അവളുടെ വീട്ടിൽ പുകച്ചില്ലാന്ന് പറഞ്ഞ് ഞാൻ AC മേടിച്ചു കൊടുത്തു സാറേ. AC അപ്പോഴും എന്റെ തള്ള രാത്രി വിശറിയും വീശിക്കൊണ്ടിരിക്കുക. അതെന്താ കറണ്ട് ഇല്ലായിരുന്നോ? അല്ല, ഞാൻ വീട്ടിൽ ഇറങ്ങിയതില്ല. വയറിനൊക്കെ കാശില്ല. കാശില്ല. AC പിന്നെ എങ്ങനെ വാങ്ങിച്ചു? നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമല്ലോ. വാങ്ങിക്കും. അതാ വലിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. സാറിന് അറിയാമോ, ഞങ്ങളുടെ അമ്മ ചാളക്കറി വെച്ചോണ്ടിരിക്കുമ്പോഴേക്ക് എന്നോട് പറയും, മോനെ കുഞ്ഞിക്കണ്ണ 20 കൊടമ്പുളി മേടിച്ചിട്ട് വാടാന്ന്. ഞാൻ മേടിച്ചു കൊടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവക്ക് കാർബറീസ് മേടിച്ചു കൊടുത്തു സാറേ. ചാളക്കറിയാണോ ഇവിടുത്തെ വിഷയം? സത്യത്തിന് സാർ ആരുടെ കൂടെയാണ്? ഞാൻ ചാളക്കറി ചാളക്കറികളാ കളഞ്ഞു. അങ്ങനെയുള്ള ഇവളെ ഈ ഓഫീസിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി. മനുഷ്യനെ തോറ്റി കൊടുക്കുന്ന DJ സെക്ഷി എന്റെ കുഞ്ഞമ്മ. എന്റെ കുഞ്ഞമ്മയ്ക്ക് വിളിച്ച് എന്റെ സത്യം വിളിച്ച്. ഇല്ല സാർ, സോറി സാർ. ഇല്ല, വിളിച്ചില്ലെന്ന്. ഇല്ല. അപ്പൊ സാർ അവളുടെ കൂടെയാണോ? ഞാൻ അവളുടെ കൂടെയാണ്. സാറേ എനിക്ക് ഒരൊറ്റ കാര്യം അറിയണം. സാറേ ഇന്നലെ കണ്ട എന്നെയാണോ, ഇന്ന് കണ്ട ഇവിടെയാണോ, ഇന്നലെ കണ്ട സാറിന് ഇന്ന് കണ്ടതിനേക്കാൾ ഇഷ്ടം എനിക്കിപ്പോ അറിയണം. അതായത് ഇന്നലെ കണ്ട എന്നെയാണോ, ഇന്ന് കണ്ട ഇവിടെയാണോ, ഇന്നലെ കണ്ട സാറിനേക്കാളും ഇന്ന് സാറ് കാണുന്ന അതാ ഞാൻ പറയണ. ഒന്നല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവളെ ഇവിടെ ജോലി കിടക്കുവാണെങ്കിൽ കുഞ്ഞിക്കണ്ണൻ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോവും. ഉറപ്പാണോ? ഉറപ്പാണ്. എവിടെ എടുത്തു കഴിഞ്ഞാൽ നീ ഇവിടെ ഇറങ്ങി പോവാം. ഉറപ്പാണ്. വാക്ക് മാറരുത്. വാക്ക് മാറില്ല. അവളെ എടുത്തു കഴിഞ്ഞു. ഇറങ്ങടാ, ഇറങ്ങടാ. അവൻ പോയി. അപ്പൊ ഇതാരാ? എവിടെ വന്ന ഈ പുല്ല്? എന്റെ അച്ഛനും കൊടുത്ത വാക്കോ, കുഞ്ഞിക്കണ്ണനെ നല്ലോണം നോക്കിക്കോളാന്ന്. കുട്ടിക്കറിയാവോ? കുത്തിമറിയാനോ? അറിയാമല്ല. കുട്ടിക്കറിയാമോ? ഇല്ല സാർ. യവന്റെ അച്ഛൻ ആ. ഒരു കൊലച്ചതി എന്നോട് ചെയ്തു വെച്ചേക്കും. എന്തുവായിരുന്നു? അതിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി പൊയ്ക്കോളൂ. ചേച്ചി ഒന്നൂടെ. സാറേ, ഞാൻ കരഞ്ഞതാ സാറേ. അയ്യോ എടി, ഇതിന് നന്നായിട്ട് കരഞ്ഞോണ്ടിരുന്നാലും നിനക്ക് ആരോ കണ്ണു വെച്ചേക്കുവാ. എന്റെ പൊന്നു സാർ, ഇവള് കരഞ്ഞ് എന്നാക്കെ മേടിച്ചെടുക്കും അറിയാൻ. നീ മിണ്ടരുത്. സാറേ ശരി സാറേ, ഞാൻ പൊക്കോളാം. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് സാറേ. ഈ ഏപ്രാച്ചിക്ക് വേണ്ടിയിട്ടാണ് സാർ എന്നെ പറഞ്ഞു വിടറേന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് സാറേ. കുഴപ്പമില്ല സാറേ, ഞാൻ പൊക്കോളാം. സാറേ എനിക്ക് അതിലേറെ വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ സാറേ? എന്താ? ഇത്ര എഡ്യൂക്കേഷനും കാരിബറുള്ള സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കാത്തതിൽ എന്റെ നെഞ്ചിനകത്ത് എവിടെയോ ഒരു വിങ്ങല് സാറേ, വിങ്ങല്. അതേ ചൂണ്ട. സാറേ എന്നെ തിരിച്ചു വിളിക്കല്ലേ സാറേ, എന്നെ തിരിച്ചു വിളിക്കല്ലേ.
അയ്യോ വിളിക്കുന്നില്ലല്ലോ എന്റെ ദൈവമേ. സാറേ തിരിച്ചു വിളിക്കില്ലേ സാറേ? സാറേ കുട്ടി. തിരിച്ച് വിളിക്ക- സാറേ അങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിച്ചാ ഈ ഓഫീസ് മൊത്തം ചിലപ്പോൾ ഞാൻ എഴുതി തന്നു കളയും. അങ്ങനെ ഒരു ദുർബലനാണ് ഞാൻ. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. കുട്ടിയെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, അവളവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പോസ്റ്റ് ചെയ്തോ? അവളെ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാറേ ഒരു അഭ്യർത്ഥന തരാറുണ്ട്. ഇനി ഒരിക്കലും അവളുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലരുത്. മേല ഇമ്മാതിരി അഭ്യർത്ഥനയായിട്ട് ഇവിടെ വരരുത്. താങ്ക് യു സാർ. നീ ചിരിക്കണ്ടേ, എനിക്ക് എപ്പോഴും കിട്ടാറുള്ളൂ. അവിടെ പോയിരുന്നു ജോലി ചെയ്തോളൂ. സാറേ ഒരു മിനിറ്റ് സാറേ. യെസ്. സാർ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ചുമ്മാ പറയല്ലേ സാറേ. ഇല്ല. സത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്. ഏയ്, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. സാർ എന്നെ അവിടെ പോയി ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് കൈയുടെ ഒരു വഴങ്ങലില്ലേ, അത് കറക്റ്റ് ഒരു ഡാൻസർ ചെയ്യും പോലെ തന്നെ. ഞങ്ങൾക്കൊരു മൂളിപ്പാട്ട് പാടാൻ പോലും അറിയാൻ പാടില്ല. രണ്ടുപേരും കൂടി ഇങ്ങനെ എന്നെ പൊക്കൊന്നും വേണ്ട. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ഞാൻ മൂളിപ്പാട്ട് പാടത്തുമില്ല. ജോലി ചെയ്യും മര്യാദയ്ക്ക്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു വന്നു ഒന്നേക്ക്. ഈ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കൂല്ലേടി. ഞാൻ എന്തോ ഇതടാ. സാറേ എനിക്ക് സാറിന്റെ അത്ര അറിവൊന്നുമില്ല. ആ സത്യം പറഞ്ഞോളൂ, സന്തോഷം. എന്നാലും ഒരു കാര്യം പറഞ്ഞു തരിക. സാർ പള്ളത്തി എന്ന് പറഞ്ഞ മീനെ കണ്ടുണ്ട്? കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പള്ളത്തിക്ക് വേണ്ടി ചൂണ്ടയിടും. ഇടും. ഇത് കൊത്തും. കൊത്തും. പക്ഷെ മീനെ കിട്ടിയല്ല. അത് ഇവിടെ പറയേണ്ട കാര്യം മനസ്സിലാവും. മനസ്സിലാവും. സാറേ സാർ കല്യാണം കഴിച്ചതാണോ? അതൊരു വലിയ കഥയാണ് കുട്ടി. എന്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. രാവിലെ അച്ഛൻ മീൻപിടുത്തക്കാരനായിരുന്നു. എന്റെ അച്ഛൻ മീൻ പിടിക്കുന്നില്ല, എഞ്ചിനീയറാകും, ഡോക്ടറും. നിനക്കെന്താണോ? ഞാൻ മാറ്റി മാറ്റി തന്റെ അവിടെ വെക്കും. ഓ, ഇങ്ങനെ തന്തയെ മാറ്റാൻ കൊതിയുള്ള ഒരു മനുഷ്യൻ. സാറേ സാറിന്റെ പി എ വർക്ക് ചെയ്യുന്നത് ആരാ? പി.എ. അലീന ഇന്ന് ലീവാണ്. സാറേ ഞാൻ നന്നായിട്ട് പി എ വർക്ക്. ഒരുത്തിയുടെ കഞ്ഞിയിലും മണ്ണ് വാരിയിട്ട്. സാർ ഇവൻ ഇവിടെ എന്തോ ജോലി? എന്റെ കഞ്ഞിയിലും മണ്ണ് വാരിയിട്ട്. എന്താണോ നിനക്ക്? ദേ സാർ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാക്ക് ചൊറിഞ്ഞു വരുമോ? അയ്യോ അതല്ല സാറേ, ഞാൻ പറഞ്ഞതേ ഇവന്റെ ഈ പ്രവൃത്തി ഇവന്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെന്നാ. നീ എന്തോ യോടി? എടാ നീ കൂടുതൽ വിളച്ചിലെടുക്കരുത് എന്റെ അടുത്ത്. നിന്റെ രണ്ട് കണ്ണ് ഞാൻ കുത്തി പഠിക്കും ഞാൻ. എന്തൊന്ന് വൃത്തിയാണ് കാണിക്കുന്നത്? ഇതൊരു ഓഫീസല്ലേ? രണ്ടു ചൂടാവരുത്. മര്യാദയ്ക്ക് സാറേ അവിടെ നിന്ന് മാറ്റിയെടുത്ത് സാറേ ഇടുന്നു. അതാ നല്ലത് സാറേ. സാർ ഒന്ന് പിടിച്ചേ അങ്ങോട്ട് നീക്കിയിട്ടിരിക്കുക. പൊങ്ങുന്നില്ല, ഒറ്റയ്ക്ക് പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. ഇല്ല സാറേ നല്ല വെയിറ്റ്. എടി ആ നാക്കൊണ്ടൊന്ന് ശ്രമിച്ചേടി, ചിലപ്പോ അത് അപ്പുറത്തേക്ക് മാറി നിൽക്കും. സാറേ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എടാ നീ കൂടുതൽ ഇനി ഇവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ വാക്കകത്ത് ഞാൻ കൈ ഇട്ടിട്ട് വലിച്ച് കീറും ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ നിന്റെ ഉച്ചയടിച്ച് ഞാൻ തിരിക്കും ഞാൻ. ഇവിടെ വാ ഇങ്ങോട്ട്. നീ കുറെ നേരം ഞാൻ എന്നിട്ട് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് സാറേ ഇവിടെ ഇവിടെ കയറ്റാൻ പറ്റില്ല. ഇവിടെ ഇറക്കി വിടാം സാറേ. എന്താ കാര്യം? എന്താ കാര്യമോ സാറേ? സാറിന് അറിയാമോ സാറേ? ഇവിടെ എന്നോട് പ്രേമിച്ചപ്പോ പറഞ്ഞ് കുഞ്ഞിക്കണ്ട നീ വിളിച്ചാൽ ഞാൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് അവൾ ഇറങ്ങി വന്നോ ചോദിക്കും സാറേ. ഇറങ്ങി വന്നില്ലേ? എന്റെ സാറേ ഞാൻ ഇറങ്ങി ചെന്ന് ഇറങ്ങി വന്നല്ലോ. എന്നിട്ട് അപ്പൊ തന്നെ അവള് കയറിപ്പോയി സാർ. അതെന്താ കയറിപ്പോയെ? സാറേ ഞാൻ ചെന്നപ്പോ ഇവൻ ഫോണില് വേറൊരാളോട് ചാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. ആ യവൻ ആരെയും ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ കൊടുക്കും, അതെനിക്ക് സംശയമില്ല. അത് അക്കാര്യത്തിൽ ഞാൻ ഇവളുടെ കൂടെ നിൽക്കും. ഇവക്കൊരു പോയിന്റ്. ഒരു പോയിന്റ് മേടിച്ചെടുത്തോ? അങ്ങനെയാണ് സാറേ. ഇത് കേൾക്കണം സാറേ, ഞാൻ ഇവളും രാത്രി വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു 5 മിനിറ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി എടുത്ത് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവള് വേറെ വീഡിയോ കോൾ ചെയ്തു സാറേ. അതെന്താ? അത് ശരിയായ നടപടിയല്ലല്ലോ. എന്റെ സാറേ അപ്പോഴേക്കും എനിക്ക് ഏകാന്തത അനുഭവപ്പെട്ടു സാറേ. നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഏകാന്തത വരത്തില്ലേ? സാറേ 5 മിനിറ്റ് കൊണ്ട് എന്റെ ഏകാന്തതയാണ് സാർ. 5 മിനിറ്റ് കൊണ്ട് എന്റെ ഏകാന്തത വരും. എനിക്കൊരു പോയിന്റ് ഇനി ഞാൻ പറഞ്ഞുതരാം സാറേ. ഈ വാലന്റൈൻസ് ഡേ വരുമ്പോൾ ഞാൻ ഇവക്ക് മേടിച്ചു കൊടുക്കണ എന്താണെന്നറിയാമോ? 500 രൂപയുടെ മിൽക്ക്, ഐഫോൺ, മോതിരം, ചെയിന്. ഇവള് എനിക്ക് മേടിച്ചെന്നു അറിയാമോ? മറ്റേ ആവതില്ലാത്ത കുറെ പാവയുണ്ടല്ലോ സാറേ, ആ പാവ. ഇവിടെ പ്രേമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്കൊരു പോയിന്റ്. ഇതിന്റെ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിട്ട് സാറേ ഞാനൊരു കാര്യം പറയാം, സാർ അവന്റെ കൂടെ നിൽക്കരുത്. സാറിന് അറിയത്തില്ല, ഒരു പ്രാവശ്യം സാറിനെ കുറിച്ച് ഇവ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ സാർ? ഞാൻ എന്ത് പറഞ്ഞു? നീ പറഞ്ഞില്ലേടാ ഇങ്ങനെ നക്കിയാണ്, പരമ നാറിയാണ്, നിനക്ക് പൈസ തരുന്നില്ല, ഇവിടുന്ന് ഇറങ്ങി പോവരുത് നീ പറഞ്ഞില്ലേടാ? ഞാൻ ഇങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോ നീ എന്നോട് എന്തോ പറഞ്ഞു? ലോട്ടറി അടിച്ച പോലെയുള്ള ഇവൻ എങ്ങനെയാ ബിസിനസ് നടത്തുന്നത് നീ എന്നോട് ചോദിച്ചില്ലേടി? നീ ചോദിച്ചില്ലേടി? എടാ കാക്ക
ഒക്കെ ചത്ത് മലർന്ന് കിടക്കുന്ന പോലത്തെ ഒരു വിഗും വെച്ചിരിക്കുന്ന ഇങ്ങനെ പിന്നെ ഞാൻ എന്താ പറയണോടാ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സത്യമല്ലാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോടി. ഇങ്ങനെ നടുവിന് തൈലം പുരട്ടുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോടി. നീ അല്ലടി ഇങ്ങനെ കുറിച്ച് കുറ്റം പറയുന്നത്. നീ ഇനി ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടല്ലോ, ഇയാൾക്ക് വിഷം കൊടുത്തിട്ടാലും നിന്നെ ഇവിടെ ഇറക്കി വിടൂടി. അങ്ങനെയാണോ? എന്നാ ഞാൻ ഇവിടെ കത്തിച്ചിട്ടാണെങ്കിലും ശരി തന്നെ ഞാൻ ഇവിടെ നിന്നെ ജോലി ഈ നിൽക്കുന്ന പുള്ളിനെ, അതായത് ഈ വെപ്പൂലും വെച്ച് നിൽക്കുന്ന ഈ പുള്ളിനെ എക്സൈസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടാലും ശരി നിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു വിടും. നാണോണ്ടോടാ നേരെ നിന്ന് സംസാരിക്കടാ മോങ്ങാണ്ട്. സാറേ പാവം, എന്തൊക്കെയാണ് നീ അയാളെ കുറിച്ച് പറഞ്ഞു? ഇയാളൊരു പൊട്ടനായത് കൊണ്ടല്ലേടി? സാറേ, ഞാൻ വിഷം തരും എന്ന് പറഞ്ഞുകൊണ്ടാണോ? സാറേ ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞോണ്ടാണോ? പിന്നെ ഞാൻ എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറഞ്ഞോണ്ടോ? രണ്ടു പേരേ ഉള്ളൂ. പിന്നെ എന്തിനൊക്കെ അറിയുന്നേ? പാവുണ്ടല്ലേ, കഷ്ടം. സാറേ അമേരിക്കൻ കമ്പനിക്ക് ഒരു മെയിൽ അയക്കട്ടെ. വളരെ ലോല മനസ്സുള്ള ഒരു പാവം മുതലാളി അല്ലേ? എന്തായാലും പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. നേരെ പോവാം ബിജുക്കുട്ടൻ ചേട്ടനിലേക്ക്. അപ്പൊ അമ്മ തുടർന്നങ്ങ് പറയാം. ലോല ഹൃദയൻ. ഈ ലോല ഹൃദയന്മാരെ ശ്രദ്ധിക്കണം അല്ലേ? അതാണ് ശരിക്കും ഉദാഹരണം ഇവിടെ പറയേണ്ടത്. നല്ല രസമുള്ള 3 പേര് നന്നായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടാ. നമ്മൾ ഓഫീസ് അതുപോലെ തന്നെ ഇത് സ്റ്റെനോ അങ്ങനെയൊക്കെ ഉള്ള സംഭവം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം അമലും അതുപോലെ മണിക്കുട്ടനും കൂടി കൂടുന്ന ആ കോംബോ നല്ല കിഡിലായിരുന്നു. ആദ്യം തുടങ്ങിയ ഒരു പകുതി വരെ, ജാസ്മിൻ വരുന്നതിന് മുമ്പ് വരെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളും, പിന്നെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ വന്നതിന് ശേഷം വേറൊരു മൂഡായിരുന്നു. പുറത്തേക്ക് കൊണ്ടുപോകൂലേ, പുറത്തേക്ക് തള്ളി വിടൂലേ അമലിന, അത് നല്ല രസമുണ്ട്. ആ പ്ലേ ഒരു നല്ല രസമുണ്ടായിരുന്നു. കാരണം അങ്ങനെയൊക്കെയാണ് ചാർലി ചാപ്ലിനൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നല്ല രസമുണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ ഒരുപാട് കൗണ്ടറുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംഭവങ്ങളിലെല്ലാം കുറ്റം പറയുന്ന കാര്യങ്ങളിലൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ അവസാനത്തെ ആ ഒരു സംഭവം വിഗാണെന്നും പല്ല് വെച്ചാക്കണെയാണെന്നും നമുക്കറിയാൻ പാടില്ല. ഇയാളുടെ കരച്ചിലൂടെയാണ് അത് നമുക്ക് മനസ്സിലായി. ക്ലൈമാക്സിൽ മാത്രമല്ല എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. കാരണം ഇത് നിങ്ങളോടനുബന്ധിച്ചുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ കൊണ്ട് തന്നെ അവളെ സാധനം വരുന്നു. പക്ഷെ അതൊരു അടിച്ചു നിൽക്കുന്ന സാധനം അല്ലായിരുന്നുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ കേട്ടോ. 3 പേരും തകർത്തിട്ടുണ്ട്. അടിപൊളി. മണിക്കുട്ടാ, ജാസ്മിൻ, അമലെ, നിങ്ങളുടെ പെർഫോമൻസ് 100 ആയിരുന്നു കേട്ടോ. 3 പേരും പെർഫോമൻസ് ബേസിൽ ഇപ്പോഴും പറയാം. കാര്യം ഇതിനകത്ത് ഞാൻ ബിജുക്കുട്ടൻ പറയാൻ 100% യോജിക്കുന്നു. ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിങ്ങൾ തുടക്കം തൊട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മണിക്കൂടെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നിങ്ങളുടെ കളി എന്ന് പറഞ്ഞാൽ കാര്യം വേറെ ലെവൽ പരിപാടി. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ അമലാണെങ്കിൽ പോലും സാധാരണ നമ്മൾ ചില സ്കിറ്റ് കളിക്കുമ്പം നമ്മൾ ഈ കളി ഗംഭീരമാക്കാൻ ഭയങ്കരമായിട്ട് സൗണ്ട് എടുത്ത് റേഞ്ചൊക്കെ എടുത്ത് കളിക്കും. നിങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല മീറ്ററാണ്. കാര്യം ഭയങ്കര ലൈഫിലാണ്. അമലിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ തുടങ്ങി പിന്നെ മണിക്കുട്ടൻ വന്ന് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ പരിപാടികൾ. അപ്പുറം കമ്പനി വലിയ ഭയങ്കര പ്രോഫിറ്റാണ്, കോടി, അതുണ്ടാവും. നീ ഇവിടെ അല്ലേ? കാര്യം അതൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഹ്യൂമറുകളാണ്. ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷൻ കഴിഞ്ഞ് ജാസ്മിനും അമലുമായിട്ടുള്ള കോമ്പിനേഷൻ പരിപാടി, അതായത് ഇവളെന്നെ തേച്ചതാണ്. ആ തേച്ച റീസൺസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു കേട്ടോ. നല്ല രസമായിട്ട് അത് വർക്ക് ചെയ്തു. നല്ല ടെമ്പോയിൽ 3 പേരും പെർഫോം ചെയ്തു. പക്ഷേ ഈ പറയുന്ന പോലെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ നമ്മൾ വേറൊരു സാധനം പ്രതീക്ഷിച്ചു. അതൊഴിച്ചാൽ ബാക്കി നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ജാസ്മിൻ, അമൽ, എടാ അമലെ നീയൊക്കെ അങ്ങ് മാറിയടാ. ഭയങ്കര, അതായത് പച്ച വെള്ളത്തിൽ എണ്ണ എടുത്ത് ഒഴിക്കും പോലെയാണ് അമൽ. അമൽ അങ്ങ് അർമാദിക്കും. അമലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്കിറ്റിനകത്ത് അമല് A to Z അങ്ങ് ചെയ്യും. ഭയങ്കര രസമുണ്ട് നിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമത് നീ അന്ന് നമ്മൾ ആ പഴയ ടീമിലെ വിഷ്ണു ഒക്കെ അല്ലേ, വിഷ്ണുവിൻ്റെ ആ ടീമിൽ നിന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. നിന്റെ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ശ്രദ്ധിച്ചു. പക്ഷേ നീ ഇപ്പോൾ സൗണ്ടല്ല, നിന്റെ ആക്ടിങ് ആണ് നമ്മളിവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നീ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു കളയും. സാധാരണ നമ്മളൊക്കെ കൗണ്ടർ അടിക്കണമെങ്കിൽ സ്ട്രെസ് ചെയ്ത് ആ സാധനം കറക്റ്റാണ് പറഞ്ഞാണ് വിടുന്നത്. പക്ഷെ നിന്റെ എന്ന് വെച്ചാൽ നീ ഒഴുക്കിൽ പോകുന്ന വെള്ളം പോലെയാണ്. ഭയങ്കര രസമാണ്. പിന്നെ മണിക്കുട്ടൻ തന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഗംഭീരമാണ് നിങ്ങളെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ഓരോ സാധനം. അത് നമുക്കിപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ക്യാമറയിൽ അത് എപ്പിസോഡിലായിട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഒരു രക്ഷ. ഈ 2 പുലിക്കുട്ടിയുടെ ഇടയിൽ കിടന്ന ജാസ്മിൻ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, ആദ്യം മനോഹരം. പെർഫോമൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഡെൽറ്റ ടീം ഓൾ ദി ബെസ്റ്റ്.
അടിപൊളി. അപ്പൊ ഡെൽറ്റ കമ്പനിക്ക് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് മാർക്സ് എത്രയാണെന്ന് അറിയാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഓക്കെ, ഞാൻ ഒരു 15,000 കൊടുത്തു. 15,000. ഇക്ക മൂത്താള് കൊടുത്ത 15 അല്ലേ, ഞാനും 15 കൊടുക്കാം. ഓക്കെ, അങ്ങനെ 15 30,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തം. ഇനി പിച്ചുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞാൽ അറിയാം എത്രയാണ് ഡെൽറ്റ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന്. ഞാൻ പറഞ്ഞതേ ഈ ഒന്ന് മൊത്തത്തിലൊന്ന് ഉടച്ചു വാർക്കാനുണ്ട് കമ്പനി. നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വാർത്തിരിക്കും. നമ്മളൊരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഒരു പുതുമ ഒരു കമ്പനിക്ക് എപ്പോഴും വേണം. അത് കഴിഞ്ഞാണ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കണത്. നമ്മൾ ഉണ്ടാക്കി എടുക്കണം. നമ്മൾ ബാക്കി ഞാൻ തരാം. പിടിച്ചോ. അല്ല, മണിക്കൂടെ ചിരിച്ചെന്താണ് പറഞ്ഞൊക്കെ വന്നപ്പോ വിചാരിച്ചേ അത് ഈ മാസത്തെ ശമ്പളം കൊടുക്കാനേ ഉള്ളൂ. ചിരിച്ചതല്ല, കൂടിപ്പോയ ക്ലൈമാക്സ് പോയെന്ന് പറയുന്നത്. പിന്നെ കമ്പനി നഷ്ടത്തിലാന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ തന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഒന്ന് ഉയർത്തിവിടെന്നൊക്കെ പറഞ്ഞു. ക്ലൈമാക്സ് പോരാത്തതുകൊണ്ടാണ് അവിടെ പഞ്ചായി വരാതെ. അതന്നെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു പോയി, കൈവിട്ട് പോയി. അല്ല മണിക്കൂറണ്ണ, സാധാരണ ഈ ഓഫീസ്, വില്ലേജ് ഓഫീസ്, അങ്ങനത്തെ നമ്മൾ ഈ ഓഫീസ് പരിപാടികളെ ചെയ്യുമ്പോൾ സ്ഥിരം കുറെ കൗണ്ടറുകളുണ്ട്, സ്ഥിരം പരിപാടികൾ. പക്ഷെ ഇത് സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എല്ലാം ഫ്രഷ് കൗണ്ടറുകളാണ്. അതെ അതെ തന്നെ മണിക്കൂട്ട. ഒരു കാര്യം പറയാം, നമ്മളിത് എഡിറ്റ് ചെയ്ത് ക്യാമറയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻസറുണ്ട് നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം. ഇതിന്റെ അസീസ് പറഞ്ഞ എക്സ്പ്രഷൻസ് ഒക്കെ അതിനകത്ത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പൊ അതുകൂടെ മുന്നിൽ കണ്ടിട്ടാണ്. പിന്നെ ക്ലൈമാക്സിന്റെ ആണ്, അല്ലെങ്കിൽ ഇത് പഞ്ചാണ് ഉറപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. 70,000 രൂപയാണ് ഈ റൗണ്ടിൽ നേടിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സ്കിറ്റിൽ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സോട് കൂടി വന്നിട്ട് പഞ്ചടിക്കാം. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്തതായിട്ടൊരു ഗംഭീര സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് 3 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തല്ലോ. ലെറ്റ്സ് വെൽക്കം ബിജു വർഗീസ് ചേട്ടൻ, സുധീഷ് പുനലൂർ ചേട്ടൻ ആൻഡ് മാളു. പാട്ട് നിർത്തറ. പാട്ടിന്റെ ബഹളത്തിന്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ ഇരിക്കുന്ന കല്യാണപ്പയ്യൻ എന്ന് പറഞ്ഞോണ്ട് അവൻ കല്യാണത്തിന് വെറൈറ്റി ഉണ്ടാക്കി വെച്ചേക്കണ്. എല്ലാം നശിപ്പിച്ചവൻ സമാധാനം ആയല്ലടാ. ഡേയ്, നിന്റെ നാക്കിറങ്ങിപ്പോയ വല്ല മിണ്ടണ, അല്ലെങ്കിൽ ഇതൊക്കെ 100 നാവാണല്ലേ. അവ ഇരിക്കണവേ. നമ്മള് ബന്ധുക്കളെല്ലാം പോണ് കേട്ടാ. നീ ആയി, നിന്റെ പെണ്ണുമ്പിളയായി. അളിയാസി, നിന്റെ കല്യാണമായിരുന്നു അളിയാ. 40-45 വയസ്സ് കഴിഞ്ഞ് മുതുക്ക് മുറ്റടിച്ചിങ്ങനെ നടക്കണ്. ഒരിടത്തൊന്നും പെണ്ണ് കിട്ടില്ല അളിയാ. കിട്ടാത്ത കാര്യമൊന്നും അറിയാ. ഓരോ സ്ഥലത്ത് നമ്മൾ പെണ്ണ് കണ്ടിട്ട് വീട്ടിൽ വരും. പെണ്ണ് വീട്ടുകാർ എന്നെ കുറിച്ച് വന്ന് അന്വേഷിക്കും, കല്യാണം മുടങ്ങും. അങ്ങനെ ഇതൊരെണ്ണം നൈസായിട്ട് ഞാൻ ഒപ്പിച്ചെടുത്ത് വല്ല വിധേന ഭാഗ്യത്തിന് കല്യാണം നടന്ന് ഇപ്പൊ രാത്രി 9:30 മണിയായി. 10 മണിക്ക് ആദ്യ രാത്രിയാണ്, മനസ്സിലായി, ശാന്തി മുഹൂർത്തം. ഈ 10 മണിക്ക് ശാന്തി മുഹൂർത്തം നടത്തി കഴിഞ്ഞാൽ മകരമാസത്തിൽ ഞങ്ങൾക്ക് ഒരു കൊച്ചു ജനിക്കും. കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ വെച്ചടി കേട്ടമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിന് തയ്യാറായി നിൽക്കുകയാണ്. എങ്ങനെ ആദ്യ രാത്രി നടത്തും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പൊ അളിയൻ വിചാരിക്കും, ആദ്യ രാത്രിയെ കുറിച്ച് പോലും ഒന്നും അറിഞ്ഞൂടാത്ത നീ എന്തിനടാ പെണ്ണ് കെട്ടിയെന്ന് തന്നെയല്ലേ. അതെ, എന്റെ ഈ അവസ്ഥ നോക്കളിയാ. ഇത് കണ്ട, കല്യാണത്തിന് വെറൈറ്റി ഉണ്ടാക്കാൻ പോയത്. വെറൈറ്റി എല്ലാരും ഓരോ രീതിയിൽ ഫോട്ടോ എടുക്കുമല്ല. ഞാൻ നല്ല കിടുക്കാച്ചി ഒരു വെറൈറ്റി ഉണ്ടാക്കി. ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുതിര ഒപ്പിച്ചോണ്ട് വരാൻ പറഞ്ഞു. കുതിര ഒപ്പിച്ച് ഞാൻ കുതിരപ്പുറത്ത് കയറി. സാധാരണ നമ്മൾ കുതിരപ്പുറത്തല്ലേ കയറുന്നത്. ഇത് കുതിര എന്റെ പുറത്ത് കയറി മേഞ്ഞിട്ടങ്ങ്. അയ്യാ, ഇവിടം തൊട്ട് ഇവിടം വരെ 48 പൊട്ടല്. കടച്ചോ പടച്ചോ ഒന്ന് പൊട്ടിപ്പോയി. 2 എക്സ്റേ ഷീറ്റ് ചേർത്ത് വെച്ചാണ് ഡോക്ടർ ഒന്നിന് നിൽക്കൂലെന്ന് പറഞ്ഞു. ഒരെണ്ണത്തില് എന്റെ ആദ്യരാത്രി എങ്ങനെ നടക്കുമെന്തോ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പൊന്നു ദൈവമേ, എന്റെ ആദ്യരാത്രി നടക്കുമെന്തോ. ഒരു തൊട്ടുണർത്തും എന്താടി ഇത്? പാല്. പാലാ? ഇപ്പഴെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ നമ്മുടെ ആദ്യ രാത്രിയല്ലേ. എന്റെ സുഷച്ചിറ്റമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യ രാത്രിക്ക് ഭർത്താവിന് പാലൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ കുറെ സിനിമയിലും കണ്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടാ? ശകലമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ പാലും കൊണ്ടുവരുമോ? ഒരു ശകലമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ കൊണ്ടുവരുമോ? മുട്ടായികളെയാ കൊണ്ടുവരുമോ? നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ തന്നെ. സുഷച്ചിന്റെ അടുത്ത് പറയണം, ഈ സിനിമ തുടങ്ങിയപ്പോഴേ അതിന്റെ ഫിലിം പൊട്ടിയെന്ന് പറ. ചേട്ടാ, പിന്നെ എന്റെ സുഷച്ചിറ്റമ്മയുടെ ഒക്കെ ആദ്യ രാത്രി മൂന്നാർ വെച്ചിട്ടാണ്. കച്ചട കുടുംബാണ്. കച്ചട കുടുംബം. ഇവളെ വായിന്ന് വീണാട്ടാ. എന്തുവാട്ടാ? അവളെ സുഷച്ചിറ്റയുടെ ആദ്യ രാത്രി 3-4 പ്രാവശ്യം നടന്നെന്ന്.
അവരുടെ മൂന്നാർ വെച്ചിട്ടായിരുന്നു ആദ്യ രാത്രി നടന്നത്. അതിപ്പോ ഇവിടെ പറയാൻ കാര്യം എനിക്കും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ആദ്യ രാത്രി അങ്ങ് മൂന്നാർ വെച്ചിട്ട് നടക്കുന്നത്. നടക്കൂലല്ലോ, പറഞ്ഞില്ലേ? ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന നടന്നില്ലല്ലോ. അപ്പൊ അവിടുത്തെ അവര് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഐസ് കെട്ട് എടുത്ത് നമ്മുടെ റൂമിൽ ഇട്ടായിരുന്നു. മീൻകാരൻ ഷാജി കടന്ന് കറങ്ങിയത് ഉച്ചയ്ക്ക് 4 സൈഡ് 10-15 പെട്ടി ഇറക്കി വെച്ചല്ലേ. അത് പോരാഞ്ഞിട്ട് നമുക്ക് ഈ മഞ്ഞൊക്കെ വേണ്ട ചേട്ടാ. മഞ്ഞ് വേണം, മഞ്ഞ് വേണമല്ലോ. അപ്പൊ 2 ചാക്ക് പഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തോ ദൈവാധീനം ഉണ്ടെനിക്ക്. അല്ലെങ്കിൽ ഇറക്കി വെച്ച പഞ്ഞി ഇന്ന് ഉച്ചയ്ക്ക് എന്റെ മൂക്കിൽ വെക്കായിരുന്നു. എന്തോ ഇങ്ങനെയൊക്കെ പറയുന്ന ആദ്യം തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാവോ? എന്താ നെഗറ്റീവ്? ചേട്ടന് റെസ്റ്റ് എടുക്കണം, ആ സോഫ സെറ്റ് ഒക്കെ എറിയാങ്ങി ഇരിക്കും. വീണ്ടും മനസാക്ഷി ഇല്ലാതെ പറയണ്. ഒടിഞ്ഞ് പറഞ്ഞിരിക്കണം ഞാൻ ഇത്രയും ദൂരം അവിടെ ചെന്ന് നിന്ന് റെസ്റ്റ് എടുക്കാൻ. ശോഭാ സിറ്റിയില്. അങ്ങനെയാണോ പറഞ്ഞത്? ഓയോ, ഇതാരടാ ഈ കിടന്ന് വിളിക്കുന്നത്? ഹലോ ഹലോ, ആരടാ? തനലാണ്ട്രാ. ആ പറ. എന്തരായി? ആദ്യരാത്രി എന്തരായി? അവള് പാലും കൊണ്ട് വന്നാ? അവള് പാലും കൊണ്ട് വന്ന് അവള് പാല് കുടിച്ച് അവള് കിടന്ന് ഉറങ്ങി. ഞാൻ ഉറക്കത്തിലോട്ട് വഴുതി പൊക്കോണ്ടിരിക്കണ്. ഇന്ന് കൊറേ ഉറങ്ങും. എനിക്കറിയാം നീ നമ്മുടെ കൂട്ടത്തിലെ പടക്കുതിരയാന്ന്. അല്ലേ? ഞാൻ ഒന്ന് വെച്ചോട്ടാ. ഓ ഓ ചേട്ടാ, ആര് ചേട്ടാ? എന്റെ ഫ്രണ്ട്. ചേട്ടാ, നമുക്കേ കുറച്ച് ഫോട്ടോസ് എടുക്കാം, കപ്പിൾ ഫോട്ടോ. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ടാ കുറേ ലൈക്ക് ഷെയറും ഒക്കെ കിട്ടും. അത് നല്ല ഐഡിയ ആണ്. എടുത്തിട്ട് ലൈക്കും ഷെയറും കിട്ടിയില്ലെങ്കിലും ചികിത്സാ സഹായത്തിനുള്ള പൈസയെങ്കിലും കിട്ടും. നീ അങ്ങോട്ട് കിടന്ന് ഓടാതെ, നീ നിക്കണ സ്ഥലത്ത് വരണമെങ്കിൽ മിനിമം 10 മിനിറ്റ് എടുക്കും എനിക്ക്. നീ ഇങ്ങോട്ട് എന്റെ സെന്ററിൽ വന്നു. അത് പിന്നെ ഞാനൊന്ന് അകത്ത് പോയിട്ട് വരട്ടെ. ആപ്പിളും ഓറഞ്ചും ഒക്കെ ഞാൻ എടുത്ത് വെക്കാം. ഇന്ന് ആദ്യ രാത്രിയല്ലേ? എന്തിന്? നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. എന്തുവാട്ടെ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? നമ്മൾ നിരാകാരം കിടക്കുകയാണെന്ന് വെച്ച് ഹോട്ടലിലെ മെനു കാർഡ് നോക്കണോണ്ട് കുഴപ്പമല്ലോ ഉണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ. അകത്ത് എന്തോന്നിരിക്കണെന്ന് പറഞ്ഞത്? ആപ്പിളെങ്കിൽ ആപ്പിള്. ഇന്ന് മുതൽ ഞാൻ വവ്വാലാണ്. വാ നെഞ്ചിൽ കൊണ്ടു എനിക്ക് ഇതെല്ലാം കൊണ്ട് കഷ്ടപ്പാടാണല്ലോ. ഒരു കല്യാണം രാവിലെ തൊട്ട് ക്യാമറയും പുല്ലും ഒക്കെ കിടന്ന് ഓട്ടവും ബഹളവും. ആരാണ് ഈ സമയത്ത്? ഹലോ, ഇക്കിളി ക്യാമറമാനാണ്. പറഞ്ഞോളൂ, പ്രൊപ്പറേറ്റർ മുരളി ലോലൻ. ഇന്ന് കല്യാണം വെട്ടി വെച്ച് കാണാതായോ? ഇതാരാണ് വിളിക്കണത്? കട്ടപ്പനേന്ന് പ്രവാരം മാമനോ? ഇവിടെ ഒന്നും കണ്ടില്ലല്ലേ? നമ്മുടെ ക്യാമറമാനോ? അത് സെൽവ. എടാ, നമ്മുടെ കൊണ്ടുവന്ന ജിബും താക്കട ഇങ്ങോട്ട് കൊണ്ടുവിടാ. നോക്കട്ടെ ഇവിടെ. കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെൽവൻ ക്യാമറമാൻ അറിയാണ്ട് പറ്റിപ്പോയതാ. പ്രവാരം മാമന്റെ വിഗ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. എന്തുവാ ആളറിയാത്തോണ്ട് പെണ്ണുമ്പള വീട്ടിൽ കയറ്റുന്നില്ലെന്നോ? കുറച്ച് ദിവസം ബസ് സ്റ്റാൻഡിലൊക്കെ കിടക്ക്. ഞാൻ വിഗ് എത്തിച്ചതിന് ശേഷം വീടിന്റെ അകത്ത് കയറാം കേട്ടോ. ഓക്കെ ഞാൻ കൊണ്ടെത്തിച്ചേക്കാം. ഇത് കൊറിയർ കൊടുത്തേക്കാം. ഓരോരോ ശല്യങ്ങളും കൂടി. എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അച്ചുകുട്ടി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണ പട്ടിന്ന് ഞാൻ നിന്റെ പേര് വിളിച്ചതാ. പേരൊക്കെ അറിയാം. പേരൊക്കെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. വീടിന്റെ ഫ്രണ്ടിൽ തൂങ്ങി കിടക്കും. ചിലർ ടച്ചിങ്സിന് കൊണ്ടുപോകും, ചിലത് വവ്വാലടിച്ചോണ്ട് പോകും. അങ്ങനെ ഒരു വവ്വാലടിച്ചോണ്ട് കൊണ്ടുവന്നേ ഇവിടെ. അതല്ല പറഞ്ഞത്, എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ നിനക്ക്? പേരെങ്ങനെ മറക്കോടി? രാവിലെ തൊട്ട് ഈ ക്യാമറയും കൊണ്ട് വിഡ്ഢിവേഷം കെട്ടി നടക്കുവാൻ ഞാൻ ഇതുവഴി. നീ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. കളിയാക്കുന്നല്ലേ? ഞാനിത് പറഞ്ഞു കൊടുക്കും നിന്റെ കെട്ടിയവനവിടെ. അറിയാമോ, ഞാൻ ചുമ്മാ ക്യാമറയും കൊണ്ട് വന്നതല്ല ഇവിടെ. മനഃപൂർവ്വം വന്നതാണ്. 2 വർഷമാണ് ഞാൻ ഇവള് നഷ്ടത്തിലായിരുന്നു. ഇഷ്ടത്തിലായിരുന്നല്ലേ? ആയിരുന്നു. ആദ്യം ഇഷ്ടത്തിലായിരുന്നു. കുറെ പൈസ വലിപ്പിച്ചു. അപ്പൊ നഷ്ടത്തിൽ നല്ലേ പറയാൻ പറ്റൂ. നഷ്ടത്തിലായിരുന്നടി. ഏറത്തിന്റെ ഭാര്യയായി. പിന്നെ അവക്ക് എന്തോ തിന്നാതെ
ഉമ്മയോ? മിണ്ടല്ലേ, ചേട്ടൻ കേക്കുവന്ന്. എടി ചേട്ടൻ കേക്കണം. അയ്യോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. എടി കോഴിക്കോട് ബീച്ചിൽ നിന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഒരു തവണ നമുക്ക് ജനിക്കുന്ന കൊച്ചിന് ചിൽ സ്വരൂപരാജ് എന്നൊരു പേര് വരെ കണ്ടെത്തി വെച്ചിരുന്നു. എന്ത് തോന്നിയടി നിനക്ക് അവന്റെ കൂടെ വരാൻ? അത് പിന്നെ നിർബന്ധിച്ചിട്ടാ. വീട്ടുകാരങ്ങനൊക്കെ പലതും പറഞ്ഞ് നിർബന്ധിക്കും. അതല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. ആയിരിക്കും, നീ നിർബന്ധിച്ചു കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കൂലല്ലേ. എന്റെ പുനളി, നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയി. എനിക്ക് നിന്നെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നോ? അല്ല. പണ്ട് നീ കൈമുറിക്കാൻ പോയപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേടി? അത് പിന്നെ കൈമുറിച്ച് ഞാൻ കാരണം ഒരാൾ ചാകണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞല്ലേ. എനിക്ക് നിന്നെ ജീവനാണ് ജീവനാണ് ജീവനാണ്. ഉളുപ്പില്ലാത്തവൻ ഇത് തന്നെയല്ലേ നീ ബിന്ദുവിനോടും മിനിയോടും മായയോടും ഉഷയോടും ഒക്കെ പറഞ്ഞു. അവരൊക്കെ കെട്ടിപ്പോയി. ഇനി ചെറിയൊരു സ്കോപ്പ് ഉള്ളത് നിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. കോപ്പ് ഞാൻ വരത്തില്ല നിന്റെ കൂടെ. ഇറങ്ങിപ്പെടാ. എടി മാടി, ഇല്ലെങ്കിൽ ഞാൻ ദ്രോഹിക്കുവാ. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എന്നെ ദ്രോഹിച്ച് മതിയായില്ലല്ലേ. രാവിലെ ക്യാമറ നോക്കി നിന്നെ ആ അമ്പലത്തിൽ കണ്ടപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുവോ. ചേട്ടങ്ങാനും വന്ന എന്റെ ചേട്ടാ അറിഞ്ഞ എന്തൊരു കുഴപ്പം? ചേട്ടൻ അറിഞ്ഞത് വെച്ചേക്കത്തില്ല നിന്നെ. നീ അതൊന്ന് ഇറങ്ങി പോകുന്നില്ല. ചേട്ടന് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുവോ. നീ നിനക്ക് അറിയോ അത്? അറിയോന്ന് കുതിരയുടെ മണ്ടെന്ന് മറിച്ചിട്ടാ ഞാനില്ലേ. പിന്നെ എനിക്ക് നീയാണോ മറിച്ചിട്ട്? പിന്നെ എന്റെ വൈരാഗ്യം തീർക്കണമല്ലോ. എങ്ങനെ മറിച്ചിട്ട്? ഒരു പ്രാന്തം കുതിരയെ കൊണ്ടുവന്നു. നിന്റെ കെട്ടിയുടെ അടുത്ത് അതിന്റെ മണ്ട കയറാൻ പറഞ്ഞു. ഇവൻ ജന്മം പോയാൽ കേറൂല. ഞാൻ പറഞ്ഞു കുതിരയുടെ മണ്ട കയറിയ പഴശ്ശിരാജിയിലെ മമ്മൂട്ടിയെ കണക്കിരിക്കും എന്ന് പറഞ്ഞു. ഇവൻ പെരുവരലി കുത്തി ഒറ്റച്ചാട്ടം കുതിരയുടെ മണ്ട കയറി ഇങ്ങനെ ഒരു ഇരുത്ത. എന്നിട്ട് ചേട്ടൻ അങ്ങനെ വീണത്? ഈ പ്രാന്തം കുതിര എന്ന് പറഞ്ഞില്ലേ, ഇത് ജന്മം പോയാ ഇവനെ തള്ളിയിടൂല. അവസാനം കുതിരയുടെ ഡിക്കി പൊക്കി പേരൊക്കെ ഒറ്റ കുത്ത് കൊണ്ടൊരു പോക്ക്. നീ വന്ദേ ഭാരത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഭയങ്കര സ്പീഡല്ലേ? അതിലും സ്പീഡിലാണ് കുതിര നിന്റെ കെട്ടിയവനെ കൊണ്ടുപോയത്. എന്റെ പൊന്നു മുരളി, നീ ഒന്ന് ഇറങ്ങിപ്പോ. പിന്നെ നമുക്ക് ഈ ജന്മത്ത് ഒന്നിക്കാടി. ഈ ജന്മത്തിൽ ഒരു കാര്യം ചെയ്യ്. ഈ ജന്മത്തിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ല. അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിക്കാം. ഫ്രഷ് സാധനം. കേരളക്കര ഇതുവരെ കാണാത്തൊരു സാധനം. തേക്കുന്ന എല്ലാ കാമുകിമാരും അവസാനമായിട്ട് പറയുന്ന തേപ്പുകാരി. ഞാൻ പോവത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്ത് വേണേലും തരാം. നീ ഒന്ന് പോ. അങ്ങനെ നമ്മുടെ റൂട്ടിലോട്ട് വാ. എന്തോ തരും. ചേട്ടൻ അറിയരുത്. ചേട്ടൻ അറിയണ്ട, അതാ നല്ലത്. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ആരോടും പറയില്ല. എന്ത് രഹസ്യമായിരിക്കണം. രഹസ്യത്തിന്റെ പറ. പിന്നെ ചേട്ടന്റെ പൈസ 1000 രൂപ എടുത്ത് ഞാൻ തരാം. 1000 ഗുണം വയ്ക്കാൻ വേണ്ടി ഒരു ബന്ധം വേണ്ടെന്ന് നോക്കുന്നത്. നിനക്ക് എന്താ വേണം? മാല എനിക്ക് ഊരി തരുവോ? കണ്ടോ, പണ്ട് എന്നെ കുറെ മുക്കി, ഇപ്പൊ അവരെ മുക്കി. നല്ല തേപ്പുകാരി തന്നെ നീ കേട്ടാ. ചോട്ടം വരുന്ന മാറടാ. വരുന്ന എന്തോ ജോലി ചെയ്യും. ഇവിടെ ആരും ബന്ധുക്കളും ഇല്ലല്ലേ. ഒരു കാര്യം ചെയ്യാം, 3-4 ആകാശ കാഴ്ച എടുത്തേക്കാം. ടൈമർ ഇട്ട് വെക്കാം. ടൈമർ ഒന്ന് റെഡി ആയിട്ട് വേണം. എനിക്ക് ജാർഖണ്ഡില് ഞാനിവിടെ 3-4 ഡെലിക്കാമ പോയി. ഡെലിക്കാമ പോയി. അയ്യോ എന്റെ അമ്മ പോയില്ലടാ നീ. അണ്ണ ഇന്നിവിടെ കപ്പയും ബീഫും ആണോ? കപ്പയും ബീഫുവാ? താണ്ട ചീനി ഇരിക്കണ്. എടാ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ പൊടിഞ്ഞപ്പോ നീ അല്ലടാ എടുത്തോണ്ട് ഓടിയാണോ? ഒന്നും മാറുവോ? എന്ത്? കുറെ ആകാശ കാഴ്ച എടുക്കാൻ വേണ്ടി ക്യാമറ ഇവിടെ വെച്ചിരുന്നു. വല്ലാത്ത ആകാശ കാഴ്ച എന്നടാ ഇത്. മുരളി, ബന്ധുക്കളെല്ലാം എന്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാരും കളഞ്ഞിട്ട് പോയി, കളിയാക്കി കൊണ്ടുപോയി. ഞാൻ പോകൂല. അണ്ണനോട് എനിക്ക് സ്നേഹമാണ്. അണ്ണൻ എന്റെ സ്വന്തം സഹോദരനെ പോലാണ് ഞാൻ കണ്ടേക്കണത്. കിടന്നപ്പോ എന്റെ 2 കയ്യിൽ നീ അല്ലടാ തൂക്കി എടുത്തോണ്ട് ഓടിയത് തന്നെ. കൊണ്ട് കുളത്തിടാൻ ഓടിയതാ. പിന്നെ ഞാൻ കാണുന്ന എങ്ങനെയെന്നറിയാ, എന്റെ സ്വന്തം അനിയനെ പോലെ അറിയാ. അതാണ് അണ്ണനെ എടുത്തോണ്ട് ആശുപത്രിയിലൊക്കെ പോയത്. മുരളി നീ പോയില്ലേടാ ഇതുവരെ? അവളെയും കൊണ്ട് പോണ്ടേ? എന്തോ പൈസയും കൊണ്ട് പോണ്ടേ? പൈസ തരാ. നീ ഇപ്പൊ പോവാൻ നോക്ക്. ഞാൻ ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ഡോക്ടർ എന്തോ പറഞ്ഞു. ഡോക്ടറാ? അങ്ങനെ ആക്കല്ലേ, എനിക്ക് മൈഗ്രീൻ ഉള്ളതാണ്. പിന്നെ 6 മാസം ഒരേ കട കിടക്കാൻ പറഞ്ഞതാ. എന്താടാ? അണ്ണന്റെ വിഷമോർത്ത് സങ്കടം കൊണ്ട് കരഞ്ഞതാ. അത് ഇങ്ങനെ ആക്കിയത് എന്റെ അച്ഛനും ഉണ്ടല്ലേ. ഇതുപോലെ 1 മാസം മുമ്പ് പറയണ്ടായിരുന്നു. 1 മാസം മുമ്പ് കൈ ഒടിഞ്ഞായിരുന്നു. എന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. അച്ഛൻ എക്സ്ട്രാ ഇല്ലായിരുന്ന? അങ്ങനെ എക്സ്ട്രാ അച്ഛനൊന്നും ഇല്ല. എനിക്ക് ആപ്പിടെ ഒരച്ഛനേ ഉള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്. എടാ മുരളി, എടാ ഞാൻ ഹണിമൂണിൽ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അറിയാം. എന്തുകൊണ്ടാ? ഇവളെയും കെട്ടിയിട്ട് നേരെ ഡൽഹിക്കാ. അതിന് നല്ലത് അണ്ണൻ മുംബൈക്ക് പോണതല്ലേ. അപ്പൊ അവള് പുറകെ വരുവോ? കുതിരയെ വിളിക്കട്ടാ. കുതിരയെ കേൾക്കുമ്പോഴേ ഈ സാധനം പറയോ? ഒന്നും പറയില്ല. ഇവളെ കണ്ട കൊറേ കണ്ടതല്ലേ. എവിടുന്ന്? ഇന്ന് ഫോട്ടോ എടുത്തപ്പോ കൊറേ കണ്ടതല്ലേ. അങ്ങനല്ലേ പറഞ്ഞത്. പിന്നെ ഇവക്ക് ഡൽഹിയും ബോംബെയൊന്നും വലിയ താല്പര്യമില്ല. ഇവക്ക് നമ്മളെ കൊച്ചു കേരളത്തിലെ കാഴ്ചകളൊക്കെ പറയും. കൊച്ചു കേരളത്തിലെ കാഴ്ചകളൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ഇവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്ന് പറയാ? കോഴിക്കോട്. കോഴിക്കോട് ബീച്ച്. അതെങ്ങനെയാ അവനറിയാന്നുള്ള? കോഴിക്കോട് ബീച്ച്
മാജിക് കാരമല്ലായിരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും കോഴിക്കോട് ബീച്ച് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായി ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഞങ്ങൾ ഇടാൻ ഒരു പേര് വെച്ച് പറയും. വെറൈറ്റി പേരാണ്, ഇന്ന് വരെ ഒരു മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത പേര്. എന്താണ്? ചിൽ സ്വരൂപ് രാജ്. പെണ്ണുമ്പുള്ള പറഞ്ഞു തന്നതായിരിക്കും. അല്ലേടി, നീ പറഞ്ഞു തന്നെയല്ലേ? ഭാര്യക്ക് ഇതാര് പറഞ്ഞു കൊടുത്ത്? കൂട്ടുകാരി കൂട്ടുകാരി പറഞ്ഞു കൊടുത്തല്ലേ? നല്ല പേര്. ഞാൻ പറഞ്ഞു തന്ന പേര് എനിക്കറിയാം. ഇതുപോലുള്ള ഭാര്യമാർക്ക് കൂട്ടുകാരികൾ ഇതുപോലത്തെ പേര് പറഞ്ഞു കൊടുക്കും. ഇത് എനിക്കിതൊക്കെ അറിയാണ. എനിക്കിതൊക്കെ നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവണം? ഞാൻ ഈ മുഖം നോക്കി വായിക്കും. എനിക്ക് നിന്റെ ഇന്ന് രാവിലെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്തോ മുഖം നോക്കി വായിക്കുമെന്ന്? എന്റെ അച്ഛനും ഇതൊക്കെ തന്നെയാണ്. മുഖം നോക്കി വായിക്കുവോ? അതെ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അച്ഛൻ ആരാണ്? അച്ഛൻ ഷൺമുഖം. ഇടി എനിക്കണ ആരെന്ന് മനസ്സിലായ? തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു ബീച്ചിന്റെ മോനാണ്. ശംഖുമുഖത്തിന്റെ മോനാ. അല്ലെന്ന് ഒരു ഫോട്ടോ എടുത്ത് വേണ്ടി. അച്ഛന്റെ പേര് ഷൺമുഖം. ഷൺമുഖം എന്നാണ് പറഞ്ഞത്. ആ കുതിരയെ വിളിക്കണോ? വിളിച്ച് കയറ്റി ഞാൻ മണ്ടേ. വിളിക്കല്ലേ. അപ്പൊ ഇനി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കാര്യം ബാലൻസ് പോരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞിരിക്കണോണ്ട് ഒരു 3-4 സ്റ്റാപ്പ് അധികം എടുക്കണമെന്നുണ്ടായിരുന്നു. പെങ്ങളെ കൊണ്ട് ഒരു 3-4 സ്റ്റാപ്പ് എടുത്തു പോയി. അപ്പൊ ഞാനിവിടെ ആങ്ങളാ നല്ല ബന്ധോടെ ആങ്ങളും പെങ്ങളും ആങ്ങളുടെ കൂടെ പോയി 3-4 സ്നാപ്പ് എടുത്ത്. അത് വേണോ ചേട്ടാ? വേണം. പെങ്ങൾക്ക് തരുന്നുണ്ട് ഞാൻ പെങ്ങളെ. ആ മരത്തിന്റെ ചില്ലയിലൊക്കെ തൂങ്ങി നിന്ന് ഊഞ്ഞാലിലൊക്കെ ആടി 3-4 സ്നാപ്പ് എടുത്തു. ഒരുപാട് ഫോട്ടോസ് ഇതാണ്. ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുക്കാം. കണ്ടോ, വെറൈറ്റി ആണ്. ഇതിൽ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ? ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് പ്രത്യേക ക്യാമറ ആണ്. അത് ചിലർക്ക് മാത്രമേ. പ്രത്യേകിച്ച് ഈ സ്വിച്ച് ഉണ്ടോ, ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ ഉമ്മ കിട്ടും. ഈ സ്വിച്ചിലാ? പിന്നെ ഇതങ്ങനെ നോക്കട്ടെ. കിട്ടി, ഉമ്മ കിട്ടിയാ? കിട്ടി. അതാ ഞാൻ പറയുന്നത്, വെറൈറ്റി ആണ്. ഇത് എനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ സ്വന്തം അനിയനാണ്ടാ. അണ്ണനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവമേ, കുതിര ഒന്നുകൂടി വിളിക്കേണ്ടി വരും. പോയി സ്നാപ്പ് എടുക്കും. അങ്ങനെ നടക്കല്ലേ, നേരെ നിൽക്കും. ഫോട്ടോ എടുക്കണ്ടേ? ഇപ്പൊ എന്തിനു വീണ്ടും കിടന്ന് വിളിക്കുന്നത്? ഹലോ അണ്ണാ. ആര്? അണ്ണ സല്ലാണ്ണ. പറയടാ അണ്ണ. അവിടെ ക്യാമറയ്ക്ക് മുരളി ലോലൻ എന്ന് പറഞ്ഞൊരുത്തം വന്നിട്ടുണ്ടോ? മുരളി ലോലൻ ക്യാമറയ്ക്ക് നമ്മളെ ഫോട്ടോ എടുക്കാൻ വന്നു. അവൻ മനഃപൂർവ്വം വന്നയാണ്ണ അവിടെ. മനഃപൂർവ്വം? ഞാനൊരു പെണ്ണിന്റെയും ചെറുക്കന്റെയും ഫോട്ടോ ഇട്ട് തരാം, നിങ്ങൾ ഞെട്ടരുത്. കണ്ട പെണ്ണിന്റെ ചെറുക്കന്റെ ഫോട്ടോ ഇടണേന് ഞാൻ എന്താ ഞെട്ടണത്? കണ്ടവന്റെ അല്ല, നിങ്ങളുടെ പെണ്ണും പുള്ളയും ആ മുരളി ഗോപിയും തമ്മിൽ ലൈനായിരുന്നു. എന്റെ ഭാര്യയായിട്ടാ? പിന്നെ അവൻ മനഃപൂർവ്വം നിങ്ങളെ കുതിരപ്പുറത്തൊന്നും തള്ളിയിട്ടത്. അത് ഞാൻ അറിഞ്ഞ്. മനഃപൂർവ്വം തള്ളിയിട്ടതാ? പിന്നെ കുറെ ഫോട്ടോ ഞാൻ വാട്സപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാണത്. എന്റെ വാട്സപ്പിലാ? അയ്യോ, എവിടെ? അയ്യോ അയ്യോ, ദൈവമേ, എന്തൊക്കെയാണ് കാണുന്നത്? ആ പാവം മനഃപൂർവ്വം തള്ളിയിട്ടതാണല്ലേ എന്നെ. വരട്ടെ. ഞാൻ ഇപ്പഴും ചോദിക്കണ്, വരുന്നോ എന്റെ കൂടെ? ഇറങ്ങി പോടാ, എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട്. എന്തൊരു അഭിനയം! കമലഹാസൻ പോലും ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. അതെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ? പാവം പെങ്ങള് കേട്ടോ. പാവം പെങ്ങള്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നോണ്ട് എനിക്ക് അങ്ങനെ അധികം പരിചയപ്പെടാനും പറ്റില്ല. വലിയ പരിചയമില്ലല്ലോ. ഒരു പരിചയമില്ലല്ലോ. ഒരിടത്തും മുമ്പ് വെച്ച് കണ്ടിട്ടുമില്ലല്ലോ. ഞാൻ ഇന്നാണ് കാണുന്നത്. ഇന്നാണ് കാണുന്നത്. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആങ്ങളെ കുറച്ചു നേരം അങ്ങോട്ട് മാറിയില്ലേ, പെങ്ങള് കുറച്ചു നേരം അങ്ങോട്ട് മാറിയില്ലേ? എന്തെണ്ണ? ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. വിളിക്കണ്ണൻ പേര് വിളിക്കും. അപ്പോഴും വന്നോളണം. അപ്പൊ ഞാൻ 3-4 ഫോട്ടോ എടുത്ത് വെളിയിൽ നിൽക്കട്ടോ? അപ്പോഴും വന്നോളണം. അത് ശരി. വേദന എന്താണെന്ന് അവൻ അറിയണം. ഇന്ന് റെഡിയാക്കി കൊടുക്കാം. നിലവിളക്ക് കത്തിക്കാൻ വെച്ച് വെളിച്ചെണ്ണ കുറ. ശരി. ആഹാ, ശരി. എന്റെ കയ്യും കാലും ഒടിച്ചിട്ട് ഞാൻ മുരളി എന്ന് വിളിക്കുന്നതും ഇവ ഓടി വരും, എണ്ണയിൽ തെന്നും, ചെടിച്ചട്ടിയിൽ തലയടിക്കും. വേദന എന്താണെന്ന് അവൻ അറിയണം. മുരളി! ഇയാൾ അങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ട് ഉടനെ ഇതാരാണ് ഇത്ര നേരം അവിടെ ഇരുന്ന സാധനമൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിട്ടത്? ഈ പുല്ല്. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. എന്താടാ?
ഒന്നുമില്ല, തലയിലൊക്കെ എന്തുവാ? തലയിലൊക്കെ എന്തോന്ന്? അപ്പൊ രണ്ടുപേരും കൂടെ അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നു. അല്ല, അറിയാണ്ട് പെങ്ങള് വന്ന് വീണതാ. അല്ല പെങ്ങളെ വിളിയൊക്കെ നിർത്ത്. അപ്പൊ രണ്ടുപേരും അറിഞ്ഞോണ്ട് എന്നെ തേച്ചതാണല്ലേ? എന്തുവാ പറയുന്നത്? നിന്റെ അടുത്ത് കല്യാണത്തിന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര രൂപ വേണമെന്ന് സ്റ്റുഡിയോയിൽ വന്ന് ചോദിച്ചപ്പോ നീ ഫ്രീ ആയിട്ട് എടുത്തു തരാന്ന് പറഞ്ഞത് ഇതിനായിരുന്നല്ലേടാ? നീ എന്നെ തേച്ചാണല്ലേ? എന്തുവാ ചേട്ടാ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന എന്നെ കേട്ടിട്ട്? തേച്ചാണ്. എന്റെ കൂട്ടുകാരെ ഇപ്പൊ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടാ അതൊക്കെ വെറുതെ അതൊക്കെ പ്രായത്തിന്റെ ആണെന്ന് കൂട്ടിയാ പോരെ? ഫോട്ടോ അയച്ചു തന്നതാ. അത് വെറുതെ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI. അവള് തന്നെ പറയണത് എന്ന്. AI ആണ് നല്ല മനുഷ്യ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് വെക്കൂലേ, അതാ. അല്ലാതെ എനിക്ക് അവനോട് പ്രേമൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഞരമ്പ് മുരളി അവന്റെ പേര് കിടക്കണം, അറിയോ? അങ്ങനെയുള്ള ഒരു സൈക്കാരൻ ഞാൻ പ്രേമിക്കുവോ? ആണ്. അവൻ ഞരമ്പ് മുറിക്കുന്നു പറഞ്ഞപ്പോഴല്ലേ ഞാൻ അവന്റെ ഇടയ്ക്ക് വേറെ ബന്ധങ്ങളൊന്നും ഇല്ല. പ്ലാസ്റ്റർ തൊട്ട് പ്ലാസ്റ്ററാണ് സത്യം. സത്യം. ഞങ്ങള് പ്രേമാന്ന് അറിഞ്ഞാ തന്നുവിട്, ഞാൻ കൊണ്ടുപോവാ. എടാ നീ ഞരമ്പ് മുറിച്ച് ചാവെന്ന് പറഞ്ഞപ്പോ ഓടി വന്ന അവിലാബി എന്ന് പറഞ്ഞില്ലേ? അവള് കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. നീ സൈക്കോ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം. സൈക്കോന്നല്ല, പ്രേമിച്ച ഒരാളെ വിട്ടു തന്നൂടെ എനിക്ക്. പ്രേമിച്ച് വിട്ടു തന്നാ? എടാ മര്യാദക്ക് പോകാൻ നോക്കടാ. ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞ് ഡീൽ ചെയ്ത്, മനസ്സിലായാ? ഡീൽ ചെയ്താ? എല്ലാം ഡീൽ ചെയ്ത്. അഞ്ചിതേ നിങ്ങൾ ഒന്നിച്ചാ? ഞങ്ങൾ ഒന്നിച്ചെന്ത്? എനിക്കിനി ഒരു പ്രതീക്ഷയില്ലേ? അഞ്ചിക്കുട്ടി ഒരു നിമിഷം ഇങ്ങോട്ട് വരുവോ? ചേട്ടാ ഒരു മിനിറ്റ്. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ വീണ, അവിടെ കല്യാണം എന്നാ? അടുത്ത മാസം 21. അപ്പൊ അടുത്ത ആഴ്ച അവിടോട്ട് ചെല്ലണം ഒരു കുതിരയും കൊണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് പ്രയോഗിക്കാം, പറ്റുമെങ്കിൽ അതിനെയും കൊണ്ട് അങ്ങ് പോകാം. കിറ്റ് എത്ര സുന്ദരമായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. നേരെ പോവാം അസീസിക്കയിലേക്ക്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനെ പോലെയാണ് ആദ്യ രാത്രി. പല പല വേർഷനുകൾ വന്നിട്ടുണ്ട്, പല രീതിയിലും. അത് എടുത്ത് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്ത് കൗണ്ടർ ഉണ്ടാക്കാനും ഭയങ്കര പാടാണ്. പക്ഷേ ഞാൻ ഇവിടെ കണ്ടതിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസിലാണ് ഞാൻ ഇവിടെ നിന്നിരുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അറിയാം, കുറച്ച് എഴുച്ചിലുണ്ട്, ഉണ്ടാക്കാൻ പാടാണ്. അത് എനിക്ക് നന്നായിട്ടറിയാം. ഒരുപാട് പരിമിതികളുള്ള ഒരു സ്കിറ്റാണ്. പക്ഷേ വളരെ മനോഹരമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ രസകരമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ബിജുകുട്ടൻ ചേട്ടാ, വ്യത്യസ്തമായിട്ടുള്ള ഒരു ആദ്യരാത്രി ആയിരുന്നു കേട്ടത്. അത് മൂന്നുപേരും നല്ല ഗംഭീരമായിട്ടുണ്ട്. അത് തന്നെയല്ല വേറൊരു വെറൈറ്റി എന്ന് വെച്ചാൽ മണവാളൻ ഒരു വെറൈറ്റിയാ. കാരണം ഇങ്ങനത്തെ ഒരു മണവാളൻ്റെ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഒരു വള്ളി ചുറ്റിനൂട്ട പൂമാല ഇങ്ങനെ അത് കൈയിട്ടിട്ടുള്ള അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് മാളുവിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് കല്യാണ പെണ്ണൊക്കെ ഒരുങ്ങി വരുന്ന പോലെ തന്നെ നല്ല രസം, നല്ല ഗ്രേസ് ആയിരുന്നു കാണാനായിട്ട്. അഭിനയവും അതുപോലൊക്കെ തന്നെ. ഇത് സുധീഷിൻ്റെ പറഞ്ഞോളം തന്നെ ഈ ആദ്യരാത്രിയിൽ ചെക്കനും പെണ്ണും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇത് നേരിട്ട് വന്നിട്ടൊരു കാമുകൻ മണവാളനും കൂടുതൽ നേരം ആ ഒരു പ്രസൻറ്റിൽ നിന്ന് സംസാരിച്ച് കോമഡി പറയാമെന്ന് പറഞ്ഞാൽ അത് വേറൊരു സ്കിറ്റിലും കാണാത്ത ഏത് ഡിസ്റ്റർബാണല്ലോ കണ്ടായിരിക്കുന്നു. അപ്പം ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ സുധീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞു തന്നെ ഇവർ രണ്ടുപേരുള്ള കോംബോ നല്ല രസമുണ്ടായിരുന്നു. മൂന്നുപേരും ടോട്ടലി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആദ്യം അസീസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൂന്നുപേരുടെ പെർഫോമൻസിനാണ് കൈയ്യടി തരുന്നത്. കാരണം നമ്മുടെ ആദ്യ രാത്രി സ്കിറ്റുകൾ നമ്മൾ ഒരുപാട് വേർഷൻസ് പല സ്കിറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി ആദ്യ രാത്രിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ സ്കിറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യത്യസ്തമായി നിങ്ങളൊരു പാറ്റേൺ പിടിച്ചു. അതിനാദ്യം ഗൈഡ് ചെയ്യാനായിട്ട് ബിജു വർഗീസ് നിങ്ങളുടെ ഈ അപ്പിയറൻസ് ഒരു ഉഗ്രം ഗൈഡ് ചെയ്യാനാണ്. കാരണം അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പിന്നിൽ സുധീഷാണ് പ്രവർത്തിച്ചത്. സുധീഷ് എന്തുകൊണ്ട് അത് പ്രവർത്തിച്ചു എന്നുള്ളത് പിന്നീട് വന്ന കഥകളാണ്. പക്ഷേ ആ കഥയും ഭയങ്കര രസമായിരുന്നു. സാറിന് നമ്മൾ കുതിരപ്പുറത്തെടുത്ത് ഫോട്ടോ എടുക്കുന്നു, ഇത് കുതിര എൻ്റെ മേളിൽ കയറി, പിന്നെ അങ്ങനെ നല്ല കുറേ കൗണ്ടറുകൾ ഇതിനകത്തുണ്ടായിരുന്നുള്ള. പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് മാളു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്കിറ്റാന്ന് തോന്നുന്നല്ലേ ഈ ഫ്ലോറിൽ വന്നിട്ടല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഫ്ലോറല്ല, മാളു ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്കിറ്റാണ് കളിക്കുന്നത്. ആ സ്കിറ്റ് മൂന്നാമത്തേലേക്ക് വന്നപ്പോൾ ഇവരുടെ കൂടെ അത്രയും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ റേഞ്ച് അപാര റേഞ്ചാണ് മാളു. അതിനൊരു ഉഗ്രം ഗൈഡ് തന്നെ പറ്റുമോ? പിന്നെ ഞാൻ കൈയ്യടി തരുന്നു സുധീഷേ. നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നോ പ്രേമമായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ ചൂണ്ടിയുള്ള കൈവച്ചുള്ള ആക്ഷൻസിൻ്റെ ഇടയ്ക്ക് ബിജു വർഗീസ് നോക്കി കഴിയുമ്പോൾ സുധീഷ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ നല്ല മൂഡ് പരിപാടികളായിരുന്നു. അവനെ കൊണ്ട് പറ്റുന്ന അങ്ങനെയാണ്. സുധീഷിന്റെ എല്ലാ സ്കിറ്റും അങ്ങനെയാണ്. മറ്റുള്ള ആൾക്കാരുടെ പറയല്ലോ പോട്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരു സ്കിറ്റ് ഫോം ചെയ്യുന്ന ഇടയ്ക്ക് എനിക്ക് പറഞ്ഞ പോലെ ചെറിയൊരു വലിവുകൾ ചെറുതായിട്ട് ഫീൽ ചെയ്തു. അതൊഴിച്ചാൽ ബാക്കി പെർഫോമൻസ് ബേസിൽ നിങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. മൂന്ന് പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ കമന്റ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ മാർക്സിലേക്ക് പോവാം. ബിജുകുട്ടൻ ചേട്ടാ, ഞാനൊരു 11 മാർക്ക് കൊടുക്കാം. 11,000. പ്രചോദേട്ടാ, ഞാനും കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 11 മാർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ 22,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ. ഇനി പറയൂ. എന്റെ കയ്യിൽ തരാനില്ല, അക്കൗണ്ടിലാണ്. ഞാൻ ഗൂഗിൾ പേ. ഓക്കെ, 60,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ.
എന്തായാലും നല്ല സ്കിറ്റാണ്, നമുക്ക് നല്ല സന്തോഷമായി. കൂടുതൽ നല്ല സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.